ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാവരും ഓരോ മനുഷ്യനെ സ്നേഹിക്കുന്നവരുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവരുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്, കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവരുണ്ട്, കുടുംബക്കാരെ സ്നേഹിക്കുന്നവരുണ്ട്, കൂടെ പഠിച്ചവരെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും പരസ്പരം വല്ലാത്ത സ്നേഹമാണ്. ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുകയാ, ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുകയാ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹിതനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അതാ എല്ലാവരും സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സ്നേഹിക്കുന്നവരെല്ലാവരും പടച്ചവനെ എത്ര വലിയ നമ്മൾ സ്നേഹിച്ചാലും, മാതാപിതാക്കളെ സ്നേഹിച്ചാലും, മക്കളെ സ്നേഹിച്ചാലും, ഭാര്യയെ സ്നേഹിച്ചാലും, കൂടപ്പിറപ്പുകളെ സ്നേഹിച്ചാലും, കുടുംബക്കാരെ സ്നേഹിച്ചാലും, ഇതാ വസല ഇലാ കബരിഹി, എല്ലാവരും ഒരു ദിവസം നമ്മളെ വിട്ടുപിരിയുമല്ലോ. എല്ലാവരും ഒരു ദിവസം ഈ പറയുന്ന ഞാൻ എത്ര കണ്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും, എന്റെ വാപ്പയാകട്ടെ, എന്റെ ഉമ്മയാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, എന്റെ മക്കളാകട്ടെ, എന്റെ കൂടപ്പിറപ്പുകളാകട്ടെ, എന്റെ കുടുംബക്കാരാകട്ടെ, എന്റെ കൂട്ടുകാരാകട്ടെ, ഞാൻ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം എല്ലാവരും എന്നെ കൈയൊഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത് ആരെയാണ്? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവനാണ് കൂട്ടുകാരൻ. സന്തോഷത്തിന്റെ വേളയിൽ മാത്രമല്ല പടച്ചവനെ, നിന്റെ ദുഃഖത്തിന്റെ വേളയിലും നിന്റെ കൂടെ നിൽക്കുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്ത്. പക്ഷേ ഞാൻ എത്ര വലിയ സ്നേഹിക്കുന്നവനാണെങ്കിലും എല്ലാവരും ഒരു ദിവസം എന്നെ കൈവിടുമല്ലോ. എല്ലാവരും എന്നെ കൈയൊടിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാര് പറയും, ഉസ്താദേ അവൻ എന്റെ ചങ്കാട്, എന്റെ കരളാട്, അവൻ എന്റെ കൂടപ്പിറപ്പിനെക്കാളും എനിക്കിഷ്ടം അവനെയാണ്, അവൻ എന്റെ കൂട്ടുകാരനാണ്, അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട്, മോനെ, എന്നാ നീ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും ഒരു ദിവസം നിന്നെ അവര് കൈവിടുമല്ലോ. എന്നാണ് നിന്നെ കൈവിടുന്നത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. നീ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചവനാണെങ്കിലും ഒരു ദിവസം ഈ പെരുമാതുറ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഈ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മയ്യത്തുകെട്ടില് നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചുമന്നു കൊണ്ടുവെക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, അന്ന് നിന്റെ കുടുംബക്കാരും മുഴുവനും, അന്ന് നിന്റെ പേരാരും ചോദിക്കാറില്ല, നിന്റെ കുടുംബ പേരാരും പറയാറില്ല, നിന്റെ മാതാപിതാക്കളിട്ട പേരാരും പറയാറില്ല. വരുന്നവരും പോകുന്നവരും ചോദിക്കുകയാണ്, സിറാജിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, അബൂബക്കറിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, ഫൈസലിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, മരണ വീടെവിടെയാണ്. അല്ലാഹുവേ, പിന്നെ നിനക്കൊരു പുതിയ പേര് വരികയാണ്. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അതാ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മലർത്തി കിടത്തിയിട്ട് എല്ലാവരും നിന്നെ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ണം വെള്ള തുണിയുടെ മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തിയിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തേക്ക് പഞ്ഞിയെടുത്ത് വെക്കുകയാണ്. 4 ഭാഗത്ത് നിന്നിട്ട് മയ്യത്ത് പൊതിയുകയാണ്. പടച്ചവനെ, എല്ലാവരും പൊതിഞ്ഞിട്ട് അവസാനം നിന്റെ മുഖം മറയ്ക്കുന്നതിന് മുമ്പ് ഇത്രയും കാലം നീ സ്നേഹിച്ച നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, നിന്റെ കുടുംബക്കാരുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരുണ്ടല്ലോ, എല്ലാവരും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അവിടെ നിന്ന് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. നിന്റെ വാപ്പയാണ്, നിന്റെ കൂടപ്പിറപ്പാണ്, നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നെ കൊണ്ട് പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാ.
കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്. പടച്ചവനെ പിന്നെ തിരക്കാട്, എല്ലാരും നിന്നെ കാണാൻ അവസാനമായി നിന്നെയൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീടിന്റെ അകത്തേക്ക് ഇടിച്ചെങ്ങ് കേറുമ്പോ ഇത്രയും കാലം നീ സ്നേഹിച്ചവര് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ജനാസ പൊതിയുകയാണ്. ഈ പെരുമാതുറയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന വാഹനമുണ്ടല്ലോ, അല്ലാഹുവേ എത്ര കൊല്ലമായാലും ഒരേ ഒരു മോഡല് വ്യത്യാസമില്ലല്ലോ. പണക്കാരനും പാവപ്പെട്ടവന്റെ വീടിന്റെ മുന്നിൽ വരുന്ന വാഹനമാണല്ലോ. ഡ്രൈവർ വേണ്ടല്ലോ, എണ്ണ വേണ്ടല്ലോ, ഒന്നും വേണ്ടല്ലോ. 6 പേര് പടച്ചവനെ നിന്റെ മയ്യത്തെടുത്ത് അതിന്റെ മുകളിലേക്ക് മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇത്രയും കാലം നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പടം കൊണ്ട് നീ സമ്പാദിച്ചതുകൊണ്ട് നീ ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് നിന്റെ ജനാസ വെളിയിലേക്ക് ഇറങ്ങുകയാ. കഴിഞ്ഞടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളും അവരുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തന്നെ തീരുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും ആ മയ്യത്ത് കെട്ടില് വെളിയിലേക്ക് ഇറക്കുമ്പോ ഒരു പൊട്ടിക്കരച്ചലോടുകൂടി അവിടുത്തെ ബന്ധങ്ങളങ്ങ് തീരുകയാണ്. പിന്നെ കുറച്ചു പേര് ചുമന്നുകൊണ്ട് പെരുമാതുറ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കയറ്റി വെക്കുമ്പോ ബഹുമാനായ ഖതീബ് ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവിടെ അല്പനേരം നസീഹത്ത് കൊടുക്കുകയാണ്. അവസാനം എല്ലാവരും ഒതുവെടുത്തിട്ട് പള്ളിക്കകത്ത് കിടന്നു വന്നു. അതാ ഉസ്താദ് അവിടെ മയ്യത്ത് നമസ്കാരത്തിന്റെ രീതികൾ പറഞ്ഞു കൊടുത്തു. അവിടെ മയ്യത്ത് നമസ്കരിക്കുകയാണ്. 4 തക്ബീറുകൾ പറഞ്ഞു സലാം വീട്ടി കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ ജനാസ ഈ പള്ളിയിൽ നിന്ന് എടുക്കുകയാണ്. പള്ളിപ്പറമ്പിലെ നിന്റെ കൊട്ടാരത്തിലേക്ക്, പള്ളിപ്പറമ്പില് നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് നിന്റെ ജനാസ എടുക്കുകയാ. പള്ളിയിൽ നമസ്കരിക്കാൻ 10 സഫ് ഉണ്ടായിരുന്നു. പക്ഷേ ചെറുപ്പക്കാരാ, ആ 10 സഫിൽ 5 സഫിൽ നിന്ന് ആൾക്കാർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. അതാ പിന്നെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവനെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. 2 പേര് ഖബറിന്റെ അകത്തിറങ്ങി നിന്നു. നിന്റെ ജനാസ താങ്ങിയെടുക്കുകയാ, നിന്റെ ജനാസ താങ്ങിയെടുക്കുകയാ. എന്നിട്ട് ആ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഖിബിലയുടെ ഭാഗത്തേക്ക് നിന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് അല്ലാഹുവേ നിന്റെ ശരീരത്ത് കെട്ടിയിരിക്കുന്ന 3 കെട്ടുകളങ്ങ് അടിച്ചു മാറ്റുകയാണ്. എന്നിട്ടൊരു പിടിമണ്ണ് വാരുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നിന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. പിന്നെ പലകയെടുത്ത് നിരത്തുകയാണ്. അതാ പലകയെടുത്ത് നിരത്തി കഴിഞ്ഞ പടച്ച റബ്ബേ, എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്. ഇന്നലെ വരെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആരോഗ്യത്തോടെ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ ചിലരൊക്കെ അത് വല്ലാത്ത ഒരു തമാശ പോലെ പടച്ചവനെ മണ്ണ് വാരി എറിയുകയാണ്. ചിലരൊക്കെ മണ്ണ് വാരി ഖബറിന്റെ അകത്തേക്ക് എറിയുന്നു. പടച്ചവനെ ചിലര് ഖബറിന്റെ ചാരത്ത് നിന്ന് തമാശ പറയുകയാ, രാഷ്ട്രീയം പറയുകയാ, കുടുംബക്കാര്യം പറയുകയാ, കച്ചവടത്തിന്റെ കാര്യം പറയുകയാ. എന്റെ പ്രിയമുള്ള വാപ്പാ, എന്തേ നിനക്ക് ബോധമില്ലാതെ പോയത്? എന്തേ നീ ചിന്തിക്കാതെ പോയത്? എന്തിനാടാ നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി മയ്യത്ത് ഖബറടക്കാൻ പറഞ്ഞത്? നിനക്കും പഠിക്കാനല്ലേ, നിനക്കും ചിന്തിക്കാനല്ലേ? ഒരു ദിവസം നിന്നെയും ഇതുപോലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടവനാണെന്ന് നിനക്ക് ഓർമ്മ വരുന്നതിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, ചെറുപ്പക്കാരോട്, മോനെ
പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കല്ലേ, പള്ളിപ്പറമ്പിൽ നിന്ന് തമാശ പറയല്ലേ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്ന് കുടുംബക്കാര്യം പറയല്ലേ. കാരണം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലിയാർ നിങ്ങൾ പറയുകയാ, 6 സ്ഥലങ്ങളിൽ നിങ്ങൾ സംസാരിക്കല്ലേ, 6 സ്ഥലങ്ങളിൽ നിങ്ങൾ ദുനിയാവിന്റെ കാര്യം പറയരുത്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? അളിയ സുഖമാണോടാ, ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ, കച്ചവടമൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ടോടാ, രാഷ്ട്രീയമൊക്കെ എങ്ങനെയുണ്ട്? 6 സ്ഥലങ്ങളിൽ പറയേണ്ട കാര്യമല്ലാതെ വേറെ ഒന്നും നീ പറയരുത്. പറഞ്ഞാൽ 40 കൊല്ലം നീ ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടുള്ളൂ, അത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നീ സംസാരിക്കരുത്. 6 സ്ഥലങ്ങളിൽ നിന്റെ നാവ് പൊക്കിയിട്ട് നീ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല, അതിലെ ഒരു സ്ഥലം പറയാം. 6 പറഞ്ഞാൽ ഇനി അതിന് വേറെ വേറെ പറയേണ്ടി വരും അല്ലേ? പള്ളിപ്പറമ്പിൽ പോയിട്ട് ഖബറിന്റെ അകത്ത് മണ്ണുവാരി ഇടുന്നത് ഒരു മത്സരമായിട്ട് കാണുന്നവരുണ്ട്, ഓണപരിപാടിക്ക് വാരിയിരുന്ന പോലെ. ചില ആൾക്കാരൊക്കെ മണ്ണുവാരി ഇരുന്ന് കണ്ടാ പടച്ചവനെ അവൻ പണ്ടാരോടെ കേട്ടോ പോയി കിട്ടിയല്ലോടാന്ന് പറഞ്ഞിട്ട് എറിയുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് വാരി ഇടുന്നതിന് ഒരു മര്യാദയുണ്ട്. അത് ചുമ്മാ വാരി ഇടാനല്ല, 2 കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ മണ്ണ് വാരികിട്ട് ഇങ്ങനെ പതുക്കെ ഇടണമെന്നാ. എന്ത് പറഞ്ഞുകൊണ്ട്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ. ഇത് പറഞ്ഞുകൊണ്ടാ മണ്ണ് വാരി ഇടേണ്ടത്. ഇതങ്ങിട്ട് വാരിയിട്ട് ഖബറിന്റെ അകത്ത് നിൽക്കുന്നവന്റെ തലയിൽ വാരി എറിയുന്ന കാലം. അത് മണ്ണ് വാരി ഇടുമ്പോഴും സംസാരം. പള്ളിയുടെ ചുറ്റും ഖബറിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് എപ്പോഴും ഫോണാ. അപ്പോഴും 4 സൈഡിൽ നിന്നുകൊണ്ട് ആര്? എടാ അപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, അവന്റെ ഖബറിന്റെ ചാരത്ത്. ചിലപ്പോ അവന്റെ ഖബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയും പറിച്ചുകൊണ്ടാ കളിക്കുന്നത്. അടുത്തവന്റെ ഖബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ആ ചെടിയുടെ ഇലകൾ പോലും പറിച്ചിങ്ങനെ കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മോനെ 6 സ്ഥലങ്ങളിൽ നീ ദുനിയാവിന്റെ കാര്യം പറയല്ലേ. ആ 6 സ്ഥലങ്ങളിൽ പറഞ്ഞാ നിന്റെ 40 വർഷത്തെ ഇബാദത്ത് പോയി, നിന്റെ നിസ്കാരം പോയി, നിന്റെ ഖുർആൻ ഓതിയത് പോയി, നീ സദഖ ചെയ്തത് പോയി, നിന്റെ സൽക്കർമ്മങ്ങൾ പൊഴിഞ്ഞു പോവുകയാണ്. ആ 6 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമേതെന്നറിയുമോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമേതെന്നറിയുമോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്താണ്. അത് കോമഡി പറയേണ്ട സ്ഥലമല്ല, അത് തമാശ പറയേണ്ട സ്ഥലമല്ല, നിന്റെ കുടുംബക്കാരും പറയേണ്ട സ്ഥലമല്ല. മോനെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ നിന്നുകൊണ്ട് തമാശ പറയാനുള്ളതല്ല. പിന്നെ എന്തേ ചെയ്യേണ്ടത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ നരകം പറഞ്ഞ കരയാറില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മഹ്ശറയുണ്ടല്ലോ, സിറാത്തുണ്ടല്ലോ, മീസാനുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പറഞ്ഞ കരയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉസ്മാൻ തങ്ങൾ കരയുന്നത് എന്ത് പറയുമ്പോഴാ? ഖബറിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഖബർ കാണുമ്പോഴാണ്. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് പേടിക്കണമടാ ചെറുപ്പക്കാരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നീ പേടിക്കണം. പൊന്നോര് റസൂലല്ലാഹ് പറഞ്ഞല്ലോ, നീ ഖബർ കണ്ടാ കരയണേ, നീ ഖബർ കണ്ടാ കരയണേ. എന്തിനാ കരയാൻ
പറഞ്ഞതെന്നറിയുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നന്നാകണം നബിയേ, നന്നാകണം നബിയേ, ഒരു വഴി പറഞ്ഞതാ നബിയേ, പാപങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ. അല്ലാഹുവേ നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറയാൻ പറയുമ്പോ റസൂലുള്ളാഹി പറയുന്ന, ചെറുപ്പക്കാരാ നന്നാകണോടാ പൊന്നുമോര്, ഉസ്താദേ എനിക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷേ എന്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് ഒഴിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോടാ? പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ. അതാ ഈ പെരുമാതുറയിലെ ഖബർസ്ഥാനിൽ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയി എത്രയോ ചെറുപ്പക്കാർ എടാ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ. ആ ഖബറിന്റെ ചാരത്ത് ചെന്നാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് പറഞ്ഞതാരെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അതുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോയി നിന്ന് തമാശ പറയുന്നവര്, നിനക്കറിയാ പള്ളിപ്പറമ്പിലെ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടടാ ചെറുപ്പക്കാരാ. ഈ സിറാജ് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും നാവ് കൊണ്ട് സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിലെ ഖബറിനും നാവുണ്ടടാ പൊന്നുമോന്. റസൂലുള്ളാഹി പറയുകയാ, ഖബർ ഓരോ മനുഷ്യരോടും സംസാരിക്കുന്നുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടത്തെ ഖബറിലേക്ക് പോയാൽ, ഇവിടത്തെ ഖബർസ്ഥാനിലേക്ക് പോയാ ആ ഖബർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലർക്കും അത് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ കേൾക്കുന്ന ഒരു സമയമുണ്ട്, ഇതേ ചെവി കൊണ്ട് ഞാൻ ഖബർ സംസാരിക്കുന്നത്, എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാ. നിങ്ങൾ ഓരോരുത്തരും കേൾക്കും ഖബർ സംസാരിക്കുന്നത്. മോനെ, ഖബറിന് നമ്മളെ പോലെ നാവുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എത്രയോ ചരിത്രങ്ങൾ കാണാ, ഖബർ സംസാരിച്ച ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല സാധാരണ മനുഷ്യനല്ല. മഹാനവറുകളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് മനുഷ്യന്റെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ചു. എല്ലാം കഴിഞ്ഞു പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല. എല്ലാവരും ചോദിച്ചു, വരുന്നില്ലേ തങ്ങള്? എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ മയ്യത്തിനോടുള്ള കടപ്പാടുകൾ മുഴുവനും കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, നിങ്ങളെല്ലാവരും പൊക്കോ, എനിക്കൊരൽപ്പനേരം പള്ളിപ്പറമ്പിലിരിക്കാനാ. അങ്ങനെ ആ പള്ളിപ്പറമ്പിലെ പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാ. അതാ പടച്ചവനെ, ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കരയുമ്പോ ഖബർ ചോദിക്കുകയാണ്, മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ, മനുഷ്യന്മാര് പരസ്പരം സംസാരിക്കുന്നത് പോലെ ആ പള്ളിപ്പറമ്പിലെ ഖബർ ചോദിക്കുകയാ, എന്തേ എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായല്ലോ, എന്റെ ചാരത്ത് വന്നിരിക്കുകയാണല്ലോ, എന്റെ ഉള്ളിലൊരു മനുഷ്യൻ കിടക്കുന്നല്ലോ, ആ മനുഷ്യനെ കുറിച്ച് എന്തേ നിങ്ങൾ എന്തും ചോദിക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുക്കുകയാ, മസക്കത്തുൽ കുഫാൻ വഅകൽതുൽ ലഹുമാ
ഒരു മനുഷ്യനെ എന്റെ വയറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവന്റെ കഫൻ തുണികൾ ഞാൻ വലിച്ചു കീറുകയാണ്, അവന്റെ മാംസങ്ങൾ പുഴുക്കൾ തിന്നുകയാണ്, അവനെ യഥാ കബറിഞ്ഞിരിക്കുകയാണ്. എന്റെ മുകളിൽ നിൽക്കുന്ന പച്ചച്ചെടികൾ പോലും നിങ്ങളെ പോലെ നടന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് കിളിച്ചു നിൽക്കുന്നതെന്ന് പള്ളിപ്പറമ്പിലെ ചെടികൾ പോലും കഥ പറയുമെന്ന് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ആ കബറിന്റെ ചാരത്ത് കിടന്ന് കരഞ്ഞ് 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 തളർന്നു വീഴുമ്പോ ആ കബർ പോലും ചോദിക്കുകയാ, അല്ലദുല്ലുക അക്ഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് കബർ സംസാരിച്ചെന്ന് ചരിത്രം പറയുമ്പോ നിഷേധിക്കേണ്ട മനുഷ്യ, നിങ്ങളെ ഓരോരുത്തരെയും പെരുമാതുറ പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊലിഞ്ഞിട്ട് നിങ്ങളെ പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഖബറായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവര് എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരൂ. മയ്യത്തിറക്കി വെച്ച് അതാ പലകെടുത്ത് നിരത്തിയിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാനം നിന്റെ ഖബറിന്റെ മുകളിൽ 2 ചെടികളും നട്ടിട്ട് അതാ പള്ളിയിലെ മുഅദ്ദിന് കടന്നു വന്ന് 1 ബക്കറ്റ് വെള്ളമെടുത്ത് നിന്റെ ഖബറിന്റെ മുകളില് അവിടെ നിന്ന് 3 പ്രാവശ്യം അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് യാസീൻ ഓതി ഒരു ദുആ ചെയ്യുകയാ. അങ്ങനെ യാസീൻ ഓതി ദുആ ചെയ്തു. ആ ദുആ എന്ന് ചെയ്തു കഴിഞ്ഞ തീർന്നടാ ചെറുപ്പക്കാരാ, തീർന്നു പോയി ബാപ്പാ. ഇന്ന് വരെ നീ സ്നേഹിച്ചവര് മുഴുവനും ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് നിന്നോട് പറയുന്ന വാചകം എന്താ? ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഉസ്താദ് വന്ന് ദുആ ചെയ്തു കഴിഞ്ഞ സ്വന്തം ബാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നും മകൻ പറയുകയാ, അസ്സലാമു അലൈക യാ ബീ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാ. എല്ലാവരും ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കൊണ്ട് വെച്ചിട്ട് ആ ഖബറിന്റെ ചാരത്ത് വെച്ച് നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും ആ സ്നേഹിച്ചവർ മുഴുവനും പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ എങ്കിൽ അവിടെയല്ലേ നിനക്ക് കൂട്ടുവേണ്ടത്? ഒരു കൂട്ടുകാരന്റെ സഹായം വേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴല്ലേ? നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലാത്ത സമയത്തല്ലേ? മോനെ സിറാജിന് ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ഭാര്യമക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ആ സമയം ഏതെന്നറിയുമോ? നാളെ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരുമുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ പരലോകത്തിലും ഒറ്റയ്ക്കല്ല പോകുന്നത്, കോടാനുകോടി ജനങ്ങൾ പരലോകത്തിലുണ്ട്. അല്ലാഹു നിനക്ക് സ്വർഗം നൽകിയ സ്വർഗത്തിലും നീ ഒറ്റയ്ക്കല്ല, കൂട്ടിനാളുണ്ട്. അല്ലാഹു നിന്നെ ഇനി നരകത്തിലിട്ടാൽ ആ നരകത്തിലും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയം അത് 6 അടി മണ്ണിന്റെ അകത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം